ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഇന്ന് 115-ാമത്തെ ദിവസമാണ്. ഇന്നലെ കൊണ്ട് 9-ാം അധ്യായം പൂർണ്ണമായി സമാപിച്ചു. ഇന്ന് 115-ാമത്തെ ദിവസം 10-ാം അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ 114 ദിവസം കൊണ്ടാണ് ഗീതയുടെ 9 അധ്യായങ്ങൾ തീർത്തത്. അപ്പോൾ ഇനി മുന്നിലേക്ക് ഇതേപോലെ ഉള്ളത് 9 അധ്യായങ്ങളാണ്. 18 അധ്യായങ്ങളാണല്ലോ. ഇന്ന് 10-ാം അധ്യായം ആരംഭിക്കണം. 9-ാം അധ്യായമായിട്ടുള്ള രാജവിദ്യ രാജഗുഹ്യ യോഗം എന്തായിരുന്നു ആ അധ്യായത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എന്നാണെങ്കിൽ, ഭഗവാൻ ആദ്യം തന്നെ അർജുനനോട് ആവശ്യപ്പെട്ടത് ഇത് രഹസ്യങ്ങളുടെ രഹസ്യമാണ്, വിദ്യകളിൽ ഏറ്റവും ഉത്കൃഷ്ടവുമാണ്, ശ്രേഷ്ഠവുമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ജ്ഞാനത്തെ വിജ്ഞാനസഹിതം നിനക്കായി പറഞ്ഞു തരാം എന്നാണ് ആമുഖമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഈശ്വരൻ എന്നുള്ള ഭഗവാന്റെ ആ സർവാത്മഭാവത്തെ, എങ്ങനെയാണോ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലല്ല. കാരണം ഞാൻ അവയിലല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രപഞ്ച ഘടകങ്ങളെ വേർതിരിച്ച് പറയുന്ന സമയത്ത് അതിന് വേറിട്ട അസ്തിത്വമുണ്ട്. അതെന്താണ്? നാമരൂപാധികളായി നിൽക്കുന്നത്. ആ നാമരൂപാധികൾക്ക് എന്തുണ്ട്? നാശമുണ്ട്. ആ നാശം ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമായിട്ടുള്ള ആത്മാവായിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നതിന് ഉള്ളതല്ല. അതുകൊണ്ട് എന്നിലാണ് അവയെല്ലാം നിലനിൽക്കുന്നത്, ഞാൻ അവയിലല്ല. അതേതുപോലെ യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്രകോ മഹാൻ. ഭഗവാൻ അവിടെ ഒരു ദൃഷ്ടാന്തവും പറഞ്ഞു. എങ്ങനെയാണ് ആകാശത്തിൽ വായു നിലകൊള്ളുന്നത്, അതുപോലെ എല്ലാം എന്നിൽ, ഞാൻ അവയിലല്ല. ഇങ്ങനെ ആ സർവാത്മഭാവത്തെക്കുറിച്ച് പറഞ്ഞ് ആ സർവാത്മഭാവത്തെ ആർക്ക് അനുഭവിക്കാൻ സാധിക്കും? അവിടെയാണ് അനന്യമായ ഭക്തിയെക്കുറിച്ച് പറഞ്ഞത്. ഈ അധ്യായത്തെ സംഗ്രഹിച്ച് പറയുകയാണ്. അനന്യമായ ഭക്തി എന്ന വിശേഷ നാമത്തോടു കൂടി ഭഗവാൻ അതിനെ പല ആവർത്തി പറയുകയുണ്ടായി. ഭക്തിയെ നിർവചിച്ചിട്ടില്ല. ഭക്തിയെ നിർവചിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത 2 അധ്യായങ്ങൾ കഴിയുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ ഭക്തിയോഗം എന്നാണ്. പക്ഷേ ഈ 10-ാം അധ്യായത്തിലും ഭക്തി വിഷയമായി വരുന്നുണ്ട്. പക്ഷെ അവിടെയാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെയാണ്. അപ്പോൾ അനന്യമായ ഭക്തിയിലൂടെ എന്നെ ഉപാസിച്ചാൽ അവന് ഞാൻ പ്രാപ്യനാണ്. ശ്രദ്ധയില്ലാത്തവനോ ഞാൻ പ്രാപ്യനല്ല. തുടർന്ന് ഗീത അതിൻ്റെ വിപ്ലവകരമായിട്ടുള്ള ജാതി, ലിംഗം, വർണ്ണം ഇത്യാദികളെയൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ട് യഹ സഹ, യാതൊരുവനാണോ അവന്, അതിലൊരു എക്സ്ട്രീമായിട്ട് പറഞ്ഞു ദുരാചാരഃ അഭി, ദുർനടപ്പുകാരനാണെങ്കിൽ പോലും അവൻ എന്തുണ്ട്? സാക്ഷാത്കാരം, മോക്ഷം എന്ന് പറയുന്നതിന് അവൻ സർവാത്മന അധികാരിയാണ്. അതുപോലെ രഹസ്യങ്ങളുടെ രഹസ്യമായിട്ട് പത്രത്തെയും പുഷ്പത്തെയും ഫലത്തെയും തോയത്തെയും, നമ്മുടെ തന്നെ ജീവിത ചക്രത്തെ, എങ്ങനെയാണ് നമ്മുടെ അസ്തിത്വത്തിന് നാം ആകുന്ന ഒരു ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ പറയുന്ന വ്യക്തിത്വത്തിന് അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. അത് നമ്മൾ പലരും പറയുമല്ലോ, ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല എന്നൊക്കെ പറയില്ലേ. അതെ,
എന്നെ ഞാനാക്കിയതിൽ അതെന്നെ മാത്രമല്ല, എങ്ങനെയാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം ഓതപ്രോത രൂപേണ വർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യവും ഭഗവാൻ, അതിൻ്റെ സമർപ്പണമാകുന്നു, തിരിച്ചറിവാകുന്നു ജ്ഞാനവും വിജ്ഞാനവും എന്നുള്ളത് നമ്മൾ വിസ്തരിച്ച് തന്നെ കണ്ടു. അങ്ങനെ അവസാനം പറഞ്ഞു, മന്മന മദ്ഭക്ത മദ്യാജി മാം നമസ്കുരു. പിന്നെ യത് കരോഷി യത് അശ്നാസി ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മതർപ്പണം. ജീവിതത്തെ സമ്പൂർണമായിട്ട് മറ്റ് ആചാര വിചാര ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തെ തന്നെ നമ്മുടെ എല്ലാ കർമ്മ അനുഷ്ഠാന പദ്ധതികളെയും ഒക്കെ തന്നെ യജ്ഞഭാവത്തിൽ, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നെറ്റി ചൊളിക്കും. ഇതെല്ലാം അതിമനോഹരമായ വാക്കുകളാണ്, അതിഗംഭീരമായിട്ടുള്ള അർത്ഥങ്ങൾ സന്നിഹിതമായിട്ടുള്ളതാണ്. പക്ഷേ കാലാന്തരത്തിൽ അതെല്ലാം തന്നെ വിഭാഗീയതയുടെയും വർഗീയതയുടെയും ചേരിതിരിവുകളുടെയും ഒക്കെ ഈ കുറഞ്ഞ കണ്ട വൃത്തികെട്ട ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇത്തരം അതിഗംഭീരമായ പദങ്ങൾക്കൊക്കെ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ യജ്ഞം എന്നാണെങ്കിലും യാഗം എന്നാണെങ്കിലും ഹോമം എന്നാണെങ്കിലും എല്ലാം തന്നെ ഇതെല്ലാം ഇന്ന് നമ്മൾ ഇതൊക്കെ ഭയപ്പെടേണ്ടുന്ന വാക്കുകളായി പലയിടത്തും നിൽക്കുന്നുണ്ട്. പലയിടത്തും അതൊരു വർത്തമാനകാല സത്യവും കൂടിയാണ്. അതിനെയൊന്നും നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം നമ്മൾ നിങ്ങളോട് പറയുന്നത് അതെല്ലാം മാറ്റിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ വരേണ്ടത്. ഈ ഗീത എന്ന് പറയുന്നത്, ഇതിൻ്റെ കാലഘട്ടം, ഇത് നമ്മളോട് പറയുന്നത് ഈ വർത്തമാനകാലത്തിൽ നിന്ന് പറയുമ്പോൾ എവിടെയൊക്കെ അതിന് വർത്തമാനമായിട്ട് ബന്ധമുണ്ട്. വർത്തമാനത്തിലെ പലതും നിങ്ങൾക്ക് തീരെ സ്വീകാര്യമല്ലാത്തതാണ് ഗീത അവതരിപ്പിക്കുന്നത്. അപ്പോൾ പലർക്കും അതുകൊണ്ടാണ് ഗീതയിലെ ആശയങ്ങൾ നമ്മൾ അതുപോലെ പറയുമ്പം പലർക്കും നമ്മളോട് വെറുപ്പുണ്ടാവുന്നുണ്ട്, ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. വാസ്തവത്തിൽ ആ വെറുപ്പ് ദേഷ്യമൊക്കെ നിങ്ങൾ നമ്മളോട് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് അത് ഗീതയോടാണ്, വേറെ തർക്കമൊന്നുമില്ല അതിൽ. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും പുതിയ ഏതെങ്കിലും ഒരു ആശയം നിങ്ങളുടെ മുന്നാകെ അവതരിപ്പിക്കുന്നില്ല. എല്ലാം ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പറയുന്നു. അത് കൂടുതൽ വ്യക്തതയോടെ മറ്റ് പ്രമാണങ്ങളെയും കൂടെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഗീത ഇന്ന് വർത്തമാനകാലത്ത് കേൾക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ചിലരെ സംബന്ധിച്ച്. കാരണം നിങ്ങളത് ആശയക്കുഴപ്പം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗീതയെ പ്രാകുന്നതിന്, ഗീതയെ തെറി പറയുന്നതിനൊക്കെ ഒരു ഭയം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനെ വെറുക്കുന്നതിന് ഒരു ഭയം ഉണ്ടാവും. അപ്പം പകരം എന്താണ്, നമ്മളെ അങ്ങോട്ട് തെറി പറയാം, നമ്മളെ വെറുക്കാം, നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇതിൽ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. അത് നിങ്ങളിൽ ചിലർക്ക് നമ്മളോട് അനിഷ്ടം ഉണ്ടാവും എന്ന് കരുതി അങ്ങനെ പറയുന്നവരുണ്ടേ. നമ്മൾ ഈ അമ്പല കമ്മിറ്റിക്കാരെയൊക്കെ എന്തിനാ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് എന്ന് കരുതിയിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. നമ്മളങ്ങനെ ഈ ധർമ്മശാസ്ത്രം പറയുന്നിടത്ത് വെള്ളം ചേർക്കാൻ നമ്മൾ ആളല്ല. കാരണം നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ അങ്ങനെ വെള്ളം ചേർത്തവരായിരുന്നില്ല. നമ്മൾ പഠിച്ചതും വെള്ളം ചേർത്തിട്ടല്ല. അങ്ങനെ വെള്ളം ചേർത്ത് ഇതിനെ വാണിജ്യവത്കരിക്കാനാണെങ്കിൽ അതിനങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെ കൂട്ടത്തിൽ ഇതെല്ലാം നടത്താമെന്ന് പറയും. അപ്പോൾ 9-ാം അധ്യായം പ്രത്യേകിച്ച് ഇത്തരം രഹസ്യങ്ങളെ നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ സ്ത്രീകളുടെ, വൈശ്യരുടെ, ശൂദ്രർക്ക് ഇവർക്കൊക്കെ അധികാരം നൽകുന്നു ഭഗവത്ഗീത എന്നുള്ളത് ഭഗവത്ഗീതയുടെ ഔന്നിത്യമാണ്. അല്ലാതെ ആ ഗീത ഇതിനെയൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം വിരോധാഭാസമാണ്. അതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് പഠിക്കാതെയാണ് ഇതൊക്കെ ഈ വേണ്ടാധീനങ്ങളെല്ലാം പറയുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. തുടർന്നിവിടെ ഭഗവാൻ 10-ാം അധ്യായം ആരംഭിക്കുന്നു. അധ്യായത്തിൻ്റെ പേര്
വിഭൂതി യോഗം എന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ അധ്യായങ്ങളെക്കുറിച്ചൊരു ലളിതമായ ഒരു വിവരണമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിലതൊക്കെ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാലോ. വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയുണ്ടാവും. അങ്ങനെയാണ് അത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ഒരു ആധുനിക സാങ്കേതിക വിദ്യ അതിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധ്യവുമാണല്ലോ. നിങ്ങളത് ചെയ്യണം. നിങ്ങളത് അതും കൂടെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവാൻ അത് എളുപ്പമാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ ഉത്തരം നൽകുന്നുമുണ്ട് പ്രഭാഷണത്തിൽ, തീർച്ചയായിട്ടും. അപ്പോൾ 10-ാം അധ്യായം വിഭൂതി യോഗം. ഈ വിഭൂതി യോഗം, വിഭൂതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മം വിഭൂതിയായിട്ട് പറയും. വിഭൂതി എന്നുള്ള വാക്കിന് വിശേഷേണ ഭവിച്ചിട്ടുള്ളത് എന്താണോ അതാണ് വിഭൂതി. സമ്യക് വിഭൂതി, സംഭൂതി എന്നൊക്കെ പറയും. സമ്യക്കായിട്ടുള്ള ഭവിക്കൽ, നന്നായി ഉണ്ടാകൽ, വിശേഷപ്പെട്ട അടയാളപ്പെടുത്തിയിട്ടുള്ള എന്നാൽ വേറിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ പറയില്ലേ, അതാണ് എന്താണ് വിഭൂതി. നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച. ഭഗവാനാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. ഭഗവാൻ അർജുനനെ കേമായിട്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു കുറവും വരുത്താത്ത വിധത്തിൽ സംബോധന ചെയ്യുക. മഹാബാഹോ, അല്ലയോ മഹാബാഹോ, വീര, ശൂരപരാക്രമി. മഹാബാഹോ എന്ന് പറഞ്ഞാൽ സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ നിറച്ചു വച്ചിരിക്കുന്ന ഒന്നാണ്. കൈകളിൽ, നമ്മുടെ കൈകളിലാണ് സാധ്യതകളുള്ളത്. വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങിയിരുന്നാൽ ഒന്നും നടക്കില്ല എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എനിക്ക് സാധിക്കും, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചെങ്കിലും തുടങ്ങാം. ഇതൊക്കെ എന്ന് തീരാനാ, അങ്ങനെ തീരാനാവുന്നത്ര തീരട്ടെ എന്ന് എന്തെങ്കിലും ചെയ്യാം. പരാജയപ്പെട്ടാലോ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇങ്ങനെ ആകാൻ പാടില്ല എന്നറിയാമല്ലോ. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന വലിയൊരു പാഠം കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അതുകൊണ്ട് സാധ്യതകൾ, ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും സക്സസ് ആക്കിയിട്ടുള്ളത് എന്തൊക്കെ, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ എന്തൊക്കെ വലിയ വലിയ വ്യവസായങ്ങൾ അവരുടെ വീട്ടിലിരുന്ന് തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കൊടുത്തുകൊണ്ട് അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പല പല കാര്യങ്ങൾ. ഇതൊന്നുമില്ല, ഒരു വസ്തുവും ചെയ്യില്ല, തനിക്ക് ആരെങ്കിലുമൊക്കെ ജോലിയാക്കി തരണമെന്നാണ്. ഇന്നവരെ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇന്നവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. സ്വയം രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കുക, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ ഗീത 108 ദിവസം ഒരു സ്ഥലത്ത് പറയാം എന്നുള്ള അഭിപ്രായം ചെന്മയ മിഷനിലെ പലരുമായിട്ട് പങ്കുവെച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞത് ഇയാൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഇയാൾക്ക് കാര്യമായ കുഴപ്പമുണ്ട്. കാരണം എന്താണ്, പാലക്കാട് ചിന്മയ മിഷൻ്റെ ആചാര്യനായിട്ടിരിക്കുമ്പോൾ പാലക്കാട് ഈ ഒരു അഭിപ്രായത്തെ നമ്മൾ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. അത് കമ്മിറ്റിയിലുള്ള ഒരാൾ പറഞ്ഞത്,
ഒരാഴ്ച ഒരു ഗീതാജ്ഞാന യജ്ഞം നടത്തിപ്പിൻ്റെ ബുദ്ധിമുട്ട് ഇത് പറയുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ല. പറയുന്ന നിങ്ങൾക്ക് വന്ന് ഇരുന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് എഴുന്നേറ്റ് പോവാം. പക്ഷെ ഇത് നടത്തിക്കുന്ന ഞങ്ങൾക്കല്ലേ അതിൻ്റെ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പോൾ നമ്മൾ ആ വലിയൊരു പാഠം പഠിച്ചു. ഇതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് എങ്ങനെ നടത്തണം എന്നുള്ളത്. പിന്നെയാണ് പാലക്കാട് സെൻറ്ററിൽ നിന്നൊക്കെ മാറി കോട്ടയത്ത് വന്ന്, അല്ല മറ്റേ പാലക്കാട് നിന്ന്, കോട്ടയത്ത് നിന്നാണ് പാലക്കാട്ട് പോയി, പിന്നെ പയ്യന്നൂർ, തിരുവനന്തപുരം വരുന്നത്. തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു കെ നായരുണ്ട്, ട്രസ്റ്റ്. അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞു, ഇത് നായർജി ഇങ്ങനെയൊരു ആശയം നമുക്ക്. അതേസമയം കോട്ടയത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഗോപാലകൃഷ്ണൻ ഉണ്ട്, ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹം നല്ല ശ്രദ്ധാലുവാണ്. ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പല ചാപ്റ്റർ ഇങ്ങനെ പലയിടത്ത് എടുക്കുന്നതിന് പകരം ഫുള്ളായിട്ട് ഗീത ഒരു സ്ഥലത്ത് എടുക്കണം എന്നാലോചിക്കുന്നു. നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മളിത് എറണാകുളത്ത് വെച്ച് നടത്തുമ്പോൾ വളരെ സന്തോഷമായിട്ട് നമ്മളോട് പറഞ്ഞു, എനിക്ക് വലിയ അഭിമാനം ഉണ്ടാങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് നമ്മളിത് നായർജിയോട് പറഞ്ഞു, നായർജി നമുക്കിങ്ങനെ ഒരു പരിപാടി നടത്തണം എന്നുണ്ട്, എവിടെയെങ്കിലും പബ്ലിക്കായിട്ട്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും, മറ്റു ഉത്തരവാദിത്വങ്ങളോ ചുമതലകളോ ബാധ്യതകളോ ഒന്നും നമ്മൾ മിഷൻ ഉണ്ടാക്കില്ല. നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് സ്കൂൾ ടൈം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കൂളിനൊരു മാരുതി വാനുണ്ട്, ഒരു നീല മാരുതി വാൻ. ഈ മാരുതി കാറൊന്ന് നമുക്ക് വേണം. പിന്നെ ചിന്മയ യുവകേന്ദ്ര, ഈ കുട്ടികൾ, നമ്മൾ യുവകേന്ദ്രയും മിഷനും കൂടെയാണ് ഇത് നടത്താം നമുക്ക്. മറ്റിതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ഇതിൽ പറയാം, ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അത് ചെറിയൊരു ബ്രീഫ് കൊടുത്തു, നമുക്കൊരു സ്ഥലം കാണാൻ എവിടെ പറ്റുമെന്നുള്ളത്. അങ്ങനെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങൾ നോക്കി. ചിന്മയ വിദ്യാലയത്തിലെ തന്നെ ഒരു സ്റ്റാഫ് നമ്മളോട് പറഞ്ഞു, സ്വാമിജി ഒരു സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്, ചിലപ്പോൾ സ്വാമിക്ക് ഇഷ്ടമാവും, പക്ഷെ അവിടെ ആൾ വരുമോ എന്നറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്ഥലം നല്ലതാണ്. നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ. തിരുവനന്തപുരത്തുള്ളവർക്ക് തന്നെ അന്ന് അറിയില്ല ഇങ്ങനെയൊരു സ്ഥലം. ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം, കാട് പിടിച്ച് കിടക്കുക. ഓ നമ്മളവിടെ പോയി ഇരുന്നു. അങ്ങനെ അത് നമ്മളിങ്ങനെ വിഷ്വൽ ചെയ്തു. ഇത് നല്ല സ്ഥലമാണ്, ആരും അറിയില്ല ഇവിടെ പരിപാടി നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ, വലിയ പബ്ലിക്കിന് ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അവിടേക്ക് തിരഞ്ഞു പിടിച്ച് വരണം. നല്ലത്, ഓപ്പൺ എയറാണ്. മഴ പെയ്താൽ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ആന മഴ പെയ്താൽ എന്താ ചെയ്യാറ്, അതുപോലെ നമുക്ക് നോക്കാം. മഴ പെയ്യട്ടെ എന്ന്. മഴ പെയ്താൽ എന്ത് എന്നുള്ളത് കേരളത്തിലുള്ള നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. മഴ നമ്മുടെ കൂടപ്പിറപ്പാണ്, നമുക്കറിയാലോ മഴയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതൊരു വലിയ പ്രശ്നമല്ല. അപ്പോൾ ഒരു 2003 ഡിസംബർ 10-ാം തീയതി, 10-ഓ 11-ഓ ഗീതാ ജയന്തിയാണ്. അന്ന് തുടങ്ങാം എന്ന്. ഏതായാലും അവിടെ അന്ന് നമ്മുടെ ശശിഭൂഷൺ സാറാണ്, ഗുപ്തൻ നായർ സാറിൻ്റെ മകൻ MG ശശിഭൂഷണാണ് അന്ന് ഈ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ഡയറക്ടർ. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കാർത്തികേയൻ, അദ്ദേഹത്തിൻ്റെ കീഴിലാണത്. അന്ന് പവർ കട്ടുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ മിനിസ്റ്ററെ പോയി കണ്ടു. നമ്മൾ തന്നെ എല്ലായിടത്തും പോണത്, നമ്മുടെ കുട്ടികളും ഉണ്ടാവും. യുവകേന്ദ്ര മിനിസ്റ്ററെ പോയി നേരിട്ട് കണ്ടു. മിനിസ്റ്ററോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ചിന്മയാൻ സ്വാമികളെ വലിയ കാര്യമാണ്.
അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ചിന്മയാനന്ദ സ്വാമികളുടെ, കാരണം സ്വാമിജി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോളാൻ, മൈ ഡിവോട്ടീസ് ആർ ദെയർ എന്നാണ്, എവിടെ വേണമെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള നിർദ്ദേശമാണ്, സത്യമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് 108 ദിവസമൊക്കെ ഇത് ആൾ വരുമോ, നടക്കുമോ? സ്വാമിയുടെ ഇച്ഛാശക്തി ഞാൻ അതിനെ അഭിമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ വരാം, ഒരു ദിവസം ഞാൻ വരാം എന്ന് പറഞ്ഞു. എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? മൂപ്പരുടെ ചോദ്യമാണ്, എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? നമ്മൾ പറഞ്ഞു, സാർ ഈ പവർ കട്ടിൻ്റെ സമയം ഈ പറഞ്ഞ് 6 മണി മുതൽ 8 മണി വരെയുള്ള ആ സമയത്തെ ഒന്ന് ഒഴിവാക്കണം ആ ഭാഗത്ത്. ഇതാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. പിന്നെ അതിനൊരു ചെറിയ വാടക പോലെ നിശ്ചയിച്ച് നമുക്കതിനൊന്ന് ലഭ്യമാക്കി തരണം. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ പുറത്തുനിന്ന് എടുക്കണം, അവിടുത്തെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇതാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടെമ്പററി ഒരു കണക്ഷൻ. പിന്നെ അവിടെ ഈ ബസ് എന്നുള്ള വഴിയൊന്നുമല്ല, പിന്നെ ഈ ബസ് കൊണ്ടുവരിക ഇത്യാദി കാര്യമൊന്നും നടക്കുന്നതല്ല. നമ്മൾ പറഞ്ഞാൽ അതൊക്കെ താല്പര്യമുള്ളവർ അവിടെ എത്തുക, അത്രയേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ പുതിയ പുതിയ ഐഡിയ ആയിട്ട് വരിക. ഓരോന്നും നടക്കുമ്പോൾ നമുക്ക് KSRTC ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ സമീപിക്കാം, ബസ് ഇടട്ടെ, വേണ്ടവൻ അവിടെ വരണം എങ്ങനെയെങ്കിലും. അവിടെ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല, അവിടെ എത്തുക എന്നുള്ളതൊക്കെയായി നമ്മുടെ എത്തുന്നവരെ അവിടെ എത്തണം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങൾ, ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മൾ തന്നെ മുന്നിൽ നിന്ന് അവിടെ വൃത്തിയാക്കാനും അടിച്ചു വാരാനും അല്ലറ ഇല്ലറ പെയിൻ്റ് അടിക്കാനും, അന്നത്തെ ചിന്മയ വിദ്യാലയത്തിലെ ഡ്രോയിങ് മാസ്റ്റർ അതിഗംഭീരമായിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രഥകൽപ്പന അതിഗംഭീരമായിട്ട് ചെയ്ത് ഫ്ലക്സിൽ അന്ന് ചെയ്തത് അവിടെ ഗംഭീരാക്കി വെച്ചു. പിന്നെ നമ്മൾ തന്നെയാണ് ഈ പോസ്റ്റർ അടിച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ. അപ്പോൾ എന്താ ചിന്മയാനന്ദ സ്വാമികൾ ചെയ്ത പണിയാണ് അതൊക്കെ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അതിനാണ് നമുക്ക് ഈ മാരുതി വാന് വേണ്ടി വന്നത്. തിരുവനന്തപുരം സിറ്റി മൊത്തം നമ്മളത് ഒട്ടിച്ചു. പിന്നെ ഇതിനാളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം സന്ദീപ് ചൈതന്യ ഗീത 108 ദിവസം പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ആളെ ഈ ചിന്മയ മിഷൻ സർക്കിളിലുള്ളവർ തന്നെ അവിടേക്ക് എത്തുന്നതിനായിട്ട് എങ്ങനെയാണ് ചിന്മയ മിഷൻ്റെ പരമാചാര്യനായിട്ടുള്ള തേജോമാൻ സ്വാമികളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ സാധിക്കുക എന്നുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ നീക്കി നായർജിയോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം, അപ്പോൾ സ്വാമിജി ചോദിച്ചത് എന്താ നിങ്ങൾ നടത്താൻ പോണത്? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. സ്വാമിജി ഇങ്ങനെയാണ്, 108 ദിവസം 108 സ്ഥലത്താണോ അതോ ഒറ്റ സ്ഥലത്താണോ ഇത് പറയുന്നത് മുഴുവനായിട്ട് ആൾ വരുമോ എന്ന് സ്വാമിജിയും ചോദിച്ചു. നമ്മൾ പറഞ്ഞു നമുക്ക് പഠിച്ചതൊന്ന് തുറന്നു പറയാനൊരവസരം എന്നുള്ളതാണ് സ്വാമിജി. എന്നിട്ട് ആൾ വന്നാലും വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി വരുന്നതുകൊണ്ട് നിങ്ങളൊക്കെ വരണേ എന്നും പറഞ്ഞ് വിദ്യാലയത്തിലെ സ്റ്റുഡൻസിനോടും പാരൻസിനോടും ടീച്ചേഴ്സിനോടും ഒക്കെയായി എല്ലാവരോടും ഒക്കെ ആയിട്ട് നമ്മൾ അപേക്ഷിച്ചു. എല്ലാ ചിന്മയ വിദ്യാലയങ്ങളൊക്കെ ചെന്ന് കണ്ട് പാരൻസ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു അവരോട് ഇങ്ങനെ ഒരു അവസരമുണ്ട്, വരണം. അങ്ങനെ സ്വാമിജി വന്നു, മറ്റു പല സ്വാമിമാരെയും വിളിച്ചു, അവരൊക്കെ വന്നു. ഇങ്ങനെ പുതിയൊരു സംരംഭമല്ലേ, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ സ്വാമിജി അന്ന് ഇനോഗ്രേഷൻ വന്നിട്ട് സ്വാമിജി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സെൻറ്ററിൻ്റെ ഒരു പരാതി എന്താണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ആ സെൻറ്ററിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ കറങ്ങിയ മൂപ്പര് ഗീതാജ്ഞാന യജ്ഞം നടത്തുകയാണെന്നാണ്. ശരിയാണ്, നമ്മളെങ്ങനെ ഓരോരുത്തർ ഓരോ സെൻറ്ററിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും, അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പോൾ സ്വാമിജി പറയുകയാണ്, 108 ദിവസം എന്തായാലും ഇയാൾ തിരുവനന്തപുരത്ത് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അതൊരു ഉറപ്പാണ്. ഇവിടുന്ന് എനിക്ക് പരാതി വന്നിട്ടുണ്ട്, ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് 108 ദിവസം നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഇവിടെ പ്രതീക്ഷിക്കാം എന്നുമുണ്ട്. എന്തായാലും സ്വാമിജി വളരെ നന്നായിട്ട് അനുഗ്രഹ വചസ്സുകളൊക്കെ പറഞ്ഞു. മറ്റുള്ള ആചാര്യന്മാരും ഒരുപാട് പേര്
സിനിമാ രംഗത്തുള്ളവർ. 108 ദിവസവും ഓരോരോ ഗസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. ഭരത് ഗോപി മുതൽ 108 ദിവസവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വരും. പക്ഷേ ആദ്യ ദിവസം തന്നെ ഒരു 1500ഓളം ആളുകളുണ്ടായിരുന്നു. 108 ദിവസം ആവുമ്പോഴും അതിൽ കൂടുക എന്നല്ലാതെ, അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരുണ്ട്, കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. പൊങ്കാല ദിവസവും എല്ലാം ആളുകളുണ്ടായിരുന്നു. വലിയ വിജയമായിരുന്നു. പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, മഹാബാഹോ എന്നുള്ള വിളിയിൽ നമുക്ക് അസാധ്യം എന്നതൊന്നുമില്ല, എല്ലാം സുസാധ്യമാണ്. നമ്മുടെ ഫീൽഡിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. വേറെ എന്തെങ്കിലും വ്യവസായം തുടങ്ങാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നുള്ളതല്ല. നമ്മുടെ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ എന്തൊക്കെ നമുക്ക് സാധിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. 1500 ആളുകളെയായിട്ട് ഇവിടുന്ന് ഒരു ട്രെയിനിൽ ഗംഗയിൽ പോയിട്ട് ഹരിദ്വാർ ഋഷികേശ് രാത്രി ഡിസംബർ 31 രാത്രി 12 മണിക്ക് ഇവരെ ഗംഗയിൽ മുക്കുക. ആലോചിച്ച് നോക്കണേ. നമ്മുടെ അന്നത്തെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായരോട് നമ്മൾ ആവശ്യപ്പെട്ടു ചില സഹായങ്ങൾ. നായർജിയോട് പറഞ്ഞു, നമുക്ക് അവിടുത്തെ ഹരിദ്വാറിലെ VIP ഘാട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ളതാണ്, അതിനെ ഒന്ന് അവിടെ ഇത് നടത്താനുള്ള സൗകര്യം ഒന്ന് പെർമിഷൻ തരണം. അതൊക്കെ അദ്ദേഹം എളുപ്പത്തിൽ സാധിപ്പിച്ചു തന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഈ പരിപാടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായി. അദ്ദേഹം പറഞ്ഞു, ഈ രാത്രി 12 മണിക്ക് ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാണ്. ഈ തണുപ്പിലൊക്കെ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത കേരളത്തിലുള്ള ആളുകൾ മുങ്ങിയാൽ എന്താവും, ഇവർ പൊങ്ങുമോ? അപ്പം നായർജി പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ഒരുപാട് ബോട്ടുകൾ വേണം. ഈ എന്താ പറയുക, മെർച്ചൻ്റ് നേവി ടൈപ്പ് ആളുകളുടെ ഈ നീന്തൽ വിദഗ്ധന്മാരൊക്കെ ആയിട്ടുള്ള, അതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഫൈബർ ബോട്ടുകൾ സെക്യൂരിറ്റി ആയിട്ട് വേണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. മൂപ്പര് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയാവാൻ തുടങ്ങി. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന്. നമ്മളെല്ലാം മൂളി, ശരിയായി, അങ്ങനെ. പക്ഷേ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നാണ്. കാരണം അവിടുത്തെ ഗ്രൗണ്ടിൽ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ നമ്മൾ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഇല്ലാതെയാണ്, ഈ ലൈഫ് ബോട്ടും കാര്യങ്ങളും ഒന്നുമില്ലാതെ ആളുകളെ, ഈ പറഞ്ഞ 1500 ആളുകളാണ് അവിടെ വന്നത് സ്പെഷ്യൽ ട്രെയിനിലാണ്. ഹരിദ്വാറിൽ ഇവരെ ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അവിടെ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, ഒരു ബീമുണ്ട്, ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഇന്ന് മൈക്രോഫോൺ വെച്ച് എല്ലാവരോടുമായിട്ട് വിശദീകരിച്ചു കൊടുത്തു. ബാഡ്ജ് കുത്തിയ വളണ്ടിയർമാരൊന്നും ഇത് നിങ്ങളെ നിയന്ത്രിക്കാനുണ്ടാവില്ല, നിങ്ങൾ ഓരോരുത്തരും വളണ്ടിയറാണ്. നല്ല ഒഴുക്കും കാര്യങ്ങളും നല്ല തണുപ്പും ഒക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം അങ്ങേയറ്റം. പിന്നെ ഒരു വലിയ ഹവനവും കാര്യങ്ങളും ഒക്കെ നടത്തി എല്ലാവർക്കും ഈ 1500 ആളുടെ കഴുത്തിൽ നമ്മൾ രുദ്രാക്ഷമൊക്കെ ഇട്ട് കൊടുത്തു. താമസിക്കുന്നിടത്ത് നിന്ന് ഗംഗയിലേക്ക് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. അത് നമ്മൾ തീരുമാനിച്ചതാണ്. കാരണം ഈ രാത്രി ഒരു 10 മണിക്ക് നടക്കുക, 10-10:30 ആകുമ്പോൾ നടന്ന്, അപ്പം നടക്കുമ്പോൾ എന്തായാലും നല്ല വിയർക്കും. അത് അവിടുന്ന് ഈ ആളുകൾ കോസടിയൊക്കെ പുതച്ചിട്ടാണ് നടക്കുന്നത്. അജാതി തണുപ്പായിരുന്നു രാത്രി. നമ്മുടെ ആൾക്കാരില്ലേ, പങ്കെടുത്തിട്ടുള്ളവർക്ക് ഇത് കേൾക്കുന്നുണ്ടാവും. ഈ കോസടിയൊക്കെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ചൂടെടുത്തിട്ട് ഓരോ സ്ഥലത്തിട്ടിട്ട് എന്തായാലും ഈ പറഞ്ഞ 1500 ഗംഗയിൽ മുങ്ങി തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ഒരാൾ ട്രെയിനിൽ വെച്ച് മരിച്ചു. അയാളുടെ വലിയ ആഗ്രഹമാണ് ഗംഗയിൽ മരിക്കണം. ട്രെയിനിലാണ് തിരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുക, 3500 രൂപയാണ് ആളുകളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ളത്. അതിന് വലിയ ബാധ്യത നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഇത്രയും ആളുകളെ ഒരു സ്പെഷ്യൽ ട്രെയിനിൽ കൊണ്ടുപോവുക, 1500 ആളുകളെ ഈ വളണ്ടിയർമാരും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ
ഈ മുക്കുക. കാരണം അവിടെ എന്താ നമുക്കെന്ന് പറഞ്ഞാൽ അവിടെ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് മുങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇതിൽ ഒരു നമ്മളൊക്കെ നമ്മൾ നമ്മുടെ കേമത്വം പറയല്ല, മഹാബാഹുക്കളാണ്. നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നേ. നമുക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ വിളിക്കാൻ ഒരാൾ വേണം, ഹേ മഹാബാഹു എന്ന്. ആരാ നമ്മളെ വിളിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. നമുക്കങ്ങനെ ചില കാര്യങ്ങളൊന്നും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സാധിക്കും അത് എന്ന നല്ല ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മൾ ആദ്യം ഒരു രൂപരേഖ ഉണ്ടാക്കുന്നു. അതിൽ നോക്കണം നമ്മൾ എന്തൊക്കെ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, അതിനെങ്ങനെ അതിജീവിക്കാം, പറ്റാത്തതാണോ, ഇത് തീരെ പറ്റാത്തതാണോ, ഉപേക്ഷിച്ചേക്കുക. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ അതാണ്, ഹേ മഹാബാഹോ, നമുക്കുണ്ട്. ഇതൊരു ചായ പോലും ഉണ്ടാക്കാൻ എനിക്കറിയില്ല, അയ്യോ എനിക്കത് പറ്റില്ല. ഒരു ചായ ഉണ്ടാക്കുക, ഒരു അരി തിളച്ച് പാകമായി അരി ഇതായിട്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ട്. അവർ പാവം ഭാര്യ അടുക്കളയിൽ അവർ കുളിക്കുകയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയിരിക്കുക. ഇനി ആ അരിയിലെ വെള്ളം ഒന്ന് എന്താ പറയുക, വാർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഒന്നുകിൽ അത് കോരി ആ ഫിൽട്ടർ പോലെയുള്ള അതിലേക്കിട്ട് അതങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ച് അതിനെ ചെരിച്ച് പിടിച്ച് ഇങ്ങനെ ചെറിയൊരു ഹെൽപ്പ് പോലും. എന്നാൽ കുറച്ച് പാത്രങ്ങൾ വാഷ് ബേസിൽ കിടക്കുന്നുണ്ട്, അതൊന്ന് കഴുകി വയ്ക്കുക. എനിക്ക് അതൊന്നും പറ്റില്ല. ആകെ പറ്റുന്നത് എന്താ? ഈ വൃത്തികെട്ട ഈ ചാനലിലെ തല്ലിപ്പൊളി ചർച്ചകൾ. അതൊക്കെ വിവരദോഷിയായിട്ടുള്ള ചില വക്കീൽമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ വക്കീലായി നമുക്ക് അത്ഭുതമാണ്. വിവരക്കേട് എന്ന് പറഞ്ഞാൽ വിവരക്കേട് മാത്രം പറയുന്നവന്മാർ. ഇത് ഈ വിവരക്കേട് കേൾക്കാൻ ഇയാൾക്ക് സമയമുണ്ട്. ഇയാളെയൊക്കെ മഹാബാഹു എന്ന് വിളിച്ചാലുണ്ടല്ലോ, പച്ചമട്ടലോണ്ട് അടിക്കണം. ആകെ പറ്റുന്ന സാധനം ഈ റിമോട്ടിൽ ഞെക്കി ചാനൽ മാറ്റില്ല. അല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പലതും നടക്കും. നമ്മളിവിടെ പല പണിക്ക് ആളുകളെ വിളിക്കാറുണ്ടെങ്കിൽ കൂടെ നമ്മൾ തന്നെ നിന്ന് ചെയ്യുന്നതാണ്. നമുക്കത് ഇഷ്ടമാണ്. പെയിൻറ്റിങ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക് വർക്ക് ആണെങ്കിലും എല്ലാം അത്യാവശ്യം അറിയാം. ഇവിടെ അത്യാവശ്യം എല്ലാ ഉപകരണവും ഉണ്ട്. ഇവരൊക്കെ വന്ന് കാണുമ്പോൾ മരം മുറിക്കുന്ന സാധനം വരെ ഇവിടെ ഉണ്ട്. ഇവർ പറയാറുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഇന്നാളില്ല. അപ്പോൾ ഇവിടെ ഒരു ആളോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയായി കാത്തിരിക്കും. ഇതൊക്കെ നമ്മൾ പുറത്തു പോയി കാണണം. അമേരിക്കയിലും അവിടെ ഇവിടേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും, പെയിൻറ്റിങ്, എല്ലാ പണിയും അവർ തന്നെയാണ് ചെയ്യുക. കാരണം അത് പുറത്തുനിന്ന് ആളെ വിളിച്ചാൽ മുതലാവുന്നതല്ല. മഹാബാഹുക്കളാണ് നമ്മൾ. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു, വെറുതെ ഒരുത്തനെ വിളിച്ച് രാത്രി വന്ന് അവിടെ ഇങ്ങനെ കാത്തു നിർത്തിപ്പിച്ച് എന്തിനാ അത്? അവിടുന്ന് ഒരു ടാക്സി എടുക്കുക, അവർക്കും കിട്ടട്ടെ ഓട്ടം എന്ന് വീട്ടിലേക്ക് വരിക. അല്ലാതെ ഇവിടെ നിന്നുള്ളവൻ വന്ന് അവിടെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണം. എന്തിനിത്? അത് എയർപോർട്ടാണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും അവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോരണം. അപ്പോൾ എന്താ, അവർക്ക് എന്തെങ്കിലും കിട്ടും? കൂലിയാണോ? എന്തെങ്കിലും കൊടുക്കൂ അവർക്ക്. ഇതാകെ പോയിട്ട് ചെയ്യുന്നത് അവർക്ക് 10 പൈസ കൊടുക്കുന്നതിന് പകരം എടുത്ത് തലയിൽ വെച്ച് ഇവരൊന്നും ഏൽപ്പിക്കണ്ട, ഒക്കെ കള്ളന്മാരാ. ഇവർക്ക് കൊടുക്കുന്നതിലൊന്നുമല്ല എനിക്ക്. ഇവരൊക്കെ കൊടുത്താൽ കൊണ്ടുപോയി ഷാപ്പിൽ പോയി കുടിക്കുന്നു. ഏത് ഇവൻ ഇത്രയും വലിയ ഉത്തരവാദിത്വം, ഈ ഷാപ്പ് നടത്തുന്ന വിദ്വാനവൻ. എന്തെങ്കിലും എന്നിട്ട് ഇതൊക്കെ എടുത്ത് തോളിൽ വെച്ചിട്ട് പെടലി പോയി. ഇപ്പോൾ പെടലിക്ക് ബെൽറ്റ് ഇട്ട് നടക്കുക. കൂലിക്ക് ഒരു 50 രൂപ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ആ വിധത്തിൽ കൊടുത്തേക്കണം.
അങ്ങനെയാണ്. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നതാണ്. ഇത് എനിക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റാണ് എൻ്റെ വക. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ പോകുന്ന സമയത്ത് എനിക്കിത് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഞാൻ അവർക്കൊരു സഹായമായിട്ട് ചെയ്യുന്നു. അതൊക്കെ വേണം. അവരോട് 2 വർത്തമാനം പറയാം. എന്താ, വീട് എവിടെയാ? ഇവിടെ തന്നെയാണോ? ആ, എങ്ങനെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം അവർക്ക്. സാറ് എങ്ങോട്ട് പോകണു? എന്നാൽ ഇനി സാറ് തിരിച്ചു വരിക? എവിടെയാണോ സാറ്? അതോ അവിടെയാണോ? അപ്പോൾ എന്താണെന്നറിയോ, അവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ, സാറേ ഇന്ന കമ്പാർട്ട്മെൻറ്റാണ്, അവിടെ ഇത് അപ്പുറത്താണ് വരിക, ഇപ്പുറത്താണ് വരിക, എന്നാൽ നേരത്തെ വന്നിട്ടുണ്ടാവും. അവരവരുടേതായിട്ടുള്ള വിവരങ്ങൾ, നമുക്ക് വളരെ വാല്യുബിളായിട്ടുള്ള വിവരങ്ങളും തരും. ഇത് അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിന് അപരിചിതനായിട്ടുള്ള ഒരു ജീവിതം. മഹാബാഹു എന്ന് പറഞ്ഞാൽ അതാണ്. വെറുതെ ഈ കട്ട മസിലുള്ളവൻ എന്നല്ല. കൈകൾക്ക് സാധ്യതകൾ അനന്തമാണ്. ഒരു ഷെയ്ക്ക് കൊടുക്കുകയാണെങ്കിലും, ഒരാളെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുകയാണെങ്കിലും, ഇതിനൊക്കെ എല്ലാ സാധ്യതകളും ഉള്ള കൈകളാണ്. മഹാബാഹുവിനെ കുറിച്ച് പറയാൻ ഒരാഴ്ചയുണ്ട്. അപ്പം ഹേ മഹാബാഹോ, പ്രിയമാണായ തേ, നീ പ്രിയമാണായ, നിനക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവനാ, കേൾക്കാൻ താല്പര്യമുള്ള നിനക്കായിക്കൊണ്ട്, നിനക്കായിക്കൊണ്ട് ഹിതകാമ്യയാ, ഹിതത്തെ കാമിക്കുന്നവനാണ്, ഹിതകാംക്ഷിയാണ്, നന്മയെ ആഗ്രഹിക്കുന്നവനായിട്ടുള്ളത് കൊണ്ട് ഭൂയ ഏവ, നിനക്ക് ഞാൻ വീണ്ടും യത് വചഹ, യാതൊരു വാക്കിനെ അഹം വക്ഷ്യാമി, ഞാൻ നിനക്കായി പറഞ്ഞു തരാം. അർജുന, ഇതെന്താണ്? പരമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ശൃണു ത്വം ശൃണു, ഹേ അർജുന, ഹേ മഹാബാഹോ, ശൃണു, കേട്ടാൽ. നീ റെഡിയാണോ അർജുന? നാളെ ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.